ഇപ്പം എൻ്റെ മുടി കണ്ടാൽ നല്ല ഈ പരസ്യത്തിലൊക്കെ വരുന്ന പോലെ ഭയങ്കര തിളക്കത്തിൽ നല്ല വൃത്തിക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ നേരത്തെ എൻ്റെ മുടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. അതാ ഈ ഒരു രൂപത്തിലാണ് കിടന്നുകൊണ്ടിരുന്നത്. നല്ല ഫ്രിസ്സിയായിരുന്നു, തുമ്പൊക്കെ ചകിരി പോലെ വൃത്തികേടായിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഒറ്റയടിക്ക് ഇത്രയും നല്ല വൃത്തിയായിട്ട് നല്ല ഷൈനി ആയിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നല്ല തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്നെസ്സോട് കൂടി കിടക്കാൻ സഹായിച്ച് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ്. ആ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകണം. എൻ്റെ മുടിയുടെ തുമ്പൊക്കെ കണ്ടാൽ തന്നെ അറിയാം, ഒരു സ്പ്ലിറ്റൻസോ അല്ലെങ്കിൽ ബ്രേക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിക്കാണ് കിടക്കുന്നത്. ഇപ്പം എനിക്ക് സ്പ്ലിറ്റൻസേ ഇല്ല. ഞാൻ നല്ല രീതിക്കാണ് മുടി ഇപ്പം നോക്കുന്നതും. മുടി ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ളവർക്ക് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓയിലും കൂടെയാണിത്. വെറുതെ പറയുകയല്ല, ഈ രണ്ട് വീഡിയോ കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തോരം വ്യത്യാസമാണ്. നന്നായിട്ട് വ്യത്യാസമാണ് എൻ്റെ മുടിക്ക് വന്നിട്ടുള്ളതെന്ന്. ഇത് ഞാൻ എണ്ണ തേച്ചിട്ട് മുടി മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ്. ടെക്സ്ചർ മാത്രമല്ല, ലെങ്തിലും ഞെരുക്കത്തിലും ഒക്കെ നല്ല വ്യത്യാസം വരും. ഹായ് ഹലോ, ദിസ് മിസ് ഓയിലി ഹെൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായാലും ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് എന്താണ് ഇൻട്രോ പറയാത്തത് അല്ലെങ്കിൽ ഇൻട്രോയിലൊന്നും സംസാരിക്കാത്തതെന്ന് വെച്ചാൽ, നേരിട്ട് വന്ന് ഇതുപോലെ സംസാരിക്കാത്തതെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണല്ലേ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഈ മേക്കപ്പും ചെയ്ത് എന്തെങ്കിലുമൊക്കെ കോസ്റ്റ്യൂം ഇട്ട് വന്നിരുന്ന് കഴിയുമ്പോൾ ഞാനങ്ങ് വിയർത്തൊലിക്കുക. എന്നെക്കൊണ്ട് വയ്യ. ഇവിടെ നിന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് വേർപെട്ട അസുഖമുള്ള ഒരാളാണ്. അപ്പോൾ വിയർത്തൊലിച്ചിട്ട് എനിക്ക് വയ്യ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എല്ലാം വോയിസ് ഓവറിലങ്ങ് സംസാരിക്കുന്നത്. പിന്നെ എന്തായാലും ഇപ്പം എന്താ ഇൻട്രോയും എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ ആണ്. കാരണം നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതായത് 1000 പേര്. അതെനിക്ക് ഭയങ്കര വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചാനൽ തുടങ്ങിയത് ഒക്ടോബറിലാണ്. വീഡിയോസൊക്കെ ആക്റ്റീവ്ലി ഇട്ട് തുടങ്ങിയത് നവംബറൊക്കെ തൊട്ടിട്ടാണ് ഇട്ട് തുടങ്ങിയത്. നന്നായിട്ട് ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അന്നോട്ട് ഇന്ന് വരെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏകദേശം 6 മാസം ആക്റ്റീവ്ലി ഇട്ട് തുടങ്ങിയിട്ട് ഒരു 5 മാസം. ഈ ഒരു 5 മാസത്തിൽ തന്നെ നമ്മൾ 1000 പേരുള്ളൊരു ഫാമിലി. അതിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, റിലേറ്റീവ്സ് കുറച്ച് പേരുണ്ട്. പിന്നെ എനിക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. കാരണം വേറെ വേറെ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. അതാണ് എന്നെ ഇച്ചിരി കൂടെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യം. കാരണം നമ്മളെന്ന് ആരും അറിയാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു 1000 പേർക്കൊക്കെ ആയത് മീൻസ് അതിനകത്തൊരു 700 പേർക്കെങ്കിലും എന്നെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന എന്തെങ്കിലും യൂസ്ഫുൾ ആണ് എന്ന് തോന്നുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മളൊരു ചാനൽ 1000 പേരടങ്ങുന്ന ഒരു വലിയ ഫാമിലി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒന്ന് സങ്കല്പിച്ചേക്കാൻ മതി, 1000 പേര് ഒരു റൂമിൽ നിൽക്കുന്ന അത്രയും വലിയൊരു ഫാമിലി ആയിട്ട് മാറിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിങ്ങനെ ആക്കാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും, കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ വലിയൊരു നന്ദി അറിയിക്കുന്നു. ആൻഡ് എല്ലാവർക്കും എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് സ്പെഷ്യലി വേറൊരു വീഡിയോ എന്തായാലും ചെയ്യാം. ഇപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഞാൻ കുറേ ചാലഞ്ച് വീഡിയോസിൽ കുറേ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാജിക് ഓയിലുണ്ട്, മിറാക്കിൾ ഓയിലുണ്ട്, എൻ്റെ മുടി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി സൂപ്പറാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഓയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആ ഒരു ഓയിൽ. ഇത്രയേ ഉള്ളൂ എന്ന് നോക്കണ്ട. എനിക്ക് കഷ്ടിച്ച് ഒരു മാസത്തേക്ക് ഇത്രയൊക്കെ മതി. പിന്നെ ഇത് മാസം അവസാനമല്ലേ, അടുത്ത മാസം ആകുമ്പോൾ ഞാൻ വേറെ കാച്ചും. അപ്പോൾ എന്തായാലും ഇതാണ് ആ ഓയിൽ. ഇത്രയുള്ള എണ്ണ ഞാൻ ഇത്ര എണ്ണയിലാണ് എടുത്തത്. എന്നിട്ട് ഞാനിപ്പോൾ 2-3 ദിവസം അതായിട്ട് യൂസ് ചെയ്ത് എന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറവുണ്ട്. എന്തായാലും ഈ ഒരു ഓയിൽ എങ്ങനെയാണ് ഞാൻ കാച്ചിയെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നല്ല എളുപ്പമാണ് കാച്ചാനായിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു റോസ്മേരി ഓയിലാണ്. ഇപ്പോൾ എല്ലാവരും റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, നല്ല എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, നമ്മുടെ മുടി ഭയങ്കരമായിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മേരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ റോസ്മേരി ഇട്ടിട്ട് എണ്ണ കാച്ചി യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് റോസ്മേരി എന്ന് പറഞ്ഞാൽ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് നല്ല എഫക്റ്റ് ചെയ്യുന്ന, നമ്മളെ മുടി ഇരട്ടിയായിട്ട് പെട്ടെന്ന് വളർത്തുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ സൈഡ് എഫക്റ്റും കൂടെ ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ റോസ്മേരി എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠനങ്ങൾ നടന്ന ഒരു സാധനമൊന്നുമല്ല. കുറച്ച് സ്റ്റഡീസ് മാത്രമേ റോസ്മേരി ഡിപ്പെൻഡ് ചെയ്ത് നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേനും വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. ഇത് ഉണ്ടാക്കുമ്പോഴും നല്ല കെയർഫുള്ളായിട്ട് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഇത് ഉണ്ടാക്കേണ്ടത്? പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഓപ്ഷണലാണ്. കുറച്ച് സാധനങ്ങൾ കമ്പൽസറി സാധനങ്ങളാണ്, കൃത്യമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് പറ്റുള്ളൂ. ചിലത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതെന്തായാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം. എന്തായാലും ഇത് ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടുണ്ടാക്കണം, ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടു ഉപയോഗിക്കണം. ഇത് എത്ര പേര് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലവർക്ക് റോസ്മേരി ഉപയോഗിക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഹെയർ ഫോളൊക്കെ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾ തെറ്റായിട്ട് ഉപയോഗിക്കണോണ്ടാണ്. സാധാരണ എല്ലാവരും റോസ്മേരി യൂസ് ചെയ്തിട്ട് എപ്പോഴും പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, മുടി ബേബി ഹെയർസ് ഒത്തിരി വന്നു, മുടി നല്ല ലെങ്ത് വെച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്.
പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഹെയർ ഭയങ്കരമായിട്ട് സ്മൂത്താക്കും, നല്ല സോഫ്റ്റ് ആക്കും. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ പ്രതീക്ഷിച്ച റിസൾട്ട് ഇതല്ല. ഞാൻ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ പോലെയൊക്കെ ഉണ്ടാകത്തുള്ളൂ, യൂസ് ചെയ്യുമ്പോൾ പക്ഷെ നന്നായിട്ട് മുടി വളരും. ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യം. പക്ഷേ ഫസ്റ്റ് യൂസിൽ തന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ നടന്ന കാര്യം എന്ന് വെച്ചാൽ മുടി ഭയങ്കരമായിട്ട് സോഫ്റ്റായി. ഫസ്റ്റ് യൂസിൽ തന്നെ, ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയണതല്ല, ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ആ സോഫ്റ്റ്നെസ് നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഉപയോഗിക്കില്ലേ, അപ്പം നല്ല സോഫ്റ്റ് ആവില്ലേ മുടി, അതുപോലത്തെ നല്ല സോഫ്റ്റ് ഇത് കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ ഉരുക്കെണ്ണയിലും കാച്ചാൻ കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്കങ്ങനെ മുടി ഭയങ്കരമായിട്ട് വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുടി തിക്നെസ് വരുത്തണം എന്ന് ഇനി ഭയങ്കരമായിട്ട് ആഗ്രഹമില്ല. ഉള്ള തിക്നെസ്സൊക്കെ തന്നെ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. മുടി ഒത്തിരി പെട്ടെന്ന് നീളത്തിന് വളർന്നാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ടാണ് റോസ്മേരി കാച്ചി വെച്ചത്. പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെ ബെനിഫിറ്റായി കിട്ടുമെന്ന് വെച്ചാൽ എൻ്റെത് ഭയങ്കര ചകിരി മുടിയാണ്. ഭയങ്കര ചകിരി മുടിയാണ്. എൻ്റെ വീഡിയോസൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഭയങ്കരമായിട്ട് ഒരുമാതിരി ടെക്സ്ചർ, വൃത്തികെട്ട ടെക്സ്ചറായിരുന്നു. എത്ര നന്നായിട്ട് നോക്കിയാലും ഞാൻ ഒരുപാട് ഹെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ടെക്സ്ചർ മറ്റേ മാറുന്നൊന്നുമില്ല. ഒന്ന് കൺട്രോളായി നിൽക്കും, അല്ലെങ്കിൽ തൊടുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ടെങ്കിലും കാഴ്ചയിൽ ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ മുടി കണ്ടറിയാം പണ്ടത്തെ നല്ല വ്യത്യാസമുണ്ട്. നല്ല വൃത്തിയുണ്ട്, മെനയുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അതിന് ഒറ്റ റീസണുള്ള അത് ഇതാണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡാമേജ് കിടന്ന മുടി ഞാൻ നല്ല ലെങ്തിന് വെട്ടിയും കളഞ്ഞു. അത് നേരത്തെ ഞാനൊരു ഷോർട്സ് വീഡിയോയിലോ കണ്ട് ഇട്ടിട്ടുണ്ട്. മുടി വെട്ടി നല്ല ലെങ്തിന് വെട്ടിയായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് നമ്മുടെ ചാലഞ്ച് തുടങ്ങിയതിന് ശേഷം കുറച്ചുകൂടെ നീളം വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് ലെങ്തൊക്കെ എടുത്ത് കാണിച്ചു തരാം. അത് അടുത്ത വീഡിയോ, നമ്മൾ മാസ്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഞാനൊരു 250 ml ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണയാണ്, ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. അതിൽ കാര്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്യുവർ വെളിച്ചെണ്ണ എടുക്കാം. അതിലോട്ടൊരു 3 സ്പൂൺ നിറയെ റോസ്മേരി ലീവ്സും 1.5 സ്പൂൺ ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ റോസ്മേരി ലീവ്സ് ഡ്രൈഡ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ബോട്ടിലിൽ വാങ്ങിയ റോസ്മേരി ലീവ്സ് ആണ്. ഞാൻ വാങ്ങിയ റോസ്മേരി ലീവ്സ് ഏതാണെന്ന് ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഇതിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എന്തായാലും എത്ര അളവിനാണോ റോസ്മേരി ലീവ്സ് എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിനാണ് ഉലുവ എടുക്കേണ്ടത്. ഈ റോസ്മേരി ലീവ്സും ഉലുവയും കൂടെ ആഡ് ചെയ്തിട്ട് 3 ദിവസം മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയാണിത്. ഇത്രയും ദിവസം മാറ്റി വെച്ചിരിക്കുന്നത് വെച്ചാൽ ആ സത്ത് കംപ്ലീറ്റ്ലി നമ്മുടെ എണ്ണയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ റോസ്മേരി ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോകാനേ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ 3 ദിവസം ഇങ്ങനെ മാറ്റി വെച്ചിരുന്നതും പിന്നെ പതിയെ ഡബിൾ ബോയിലിംഗിൽ ചൂടാക്കുന്നതും. എന്തായാലും ഈ എണ്ണ കാച്ചുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സമയമാണ്. ഞാൻ പറയുന്ന കൃത്യസമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് തുടങ്ങി ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ കരിഞ്ചീരകം ഒരു 2 നുള്ളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ഈ 5 മിനിറ്റ് ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഞാൻ സിമ്മിലാണ് തീ ഇട്ടിരിക്കുന്നത്. അതായത് തീ നല്ല കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എണ്ണ തിളയ്ക്കത്തില്ല. നമ്മുടെ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തത്. അത് ആ സൈഡിൽ ഇരുന്ന് റെഡി ആവട്ടെ. അതേസമയം നമുക്ക് അപ്പുറത്തെ സൈഡിൽ വേറെ പണിയുണ്ട്. അതുപോലെ ഒരു തവിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു 4 വലിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന സവാളയാണ്. എൻ്റെ കയ്യിൽ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സവാള ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളാകുമ്പോൾ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി, അതാണ് കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചൂടാക്കണം നന്നായിട്ട്. ഇടയ്ക്കിടെ ഇങ്ങനെ മാറ്റി കൊടുത്ത് വേണം ചൂടാക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്പേർട്ട് ആണെങ്കിൽ മാത്രമേ ഈ പരിപാടി ചെയ്യുക, ഇല്ലെങ്കിൽ പാത്രത്തിൽ വെച്ച് ഇത് ചൂടാക്കുക. ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമ്മൾ ചതച്ച ഇഞ്ചിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ചൂടാക്കുക, നന്നായിട്ട് ചൂടാക്കണം. ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തീയിൽ വെച്ച് തന്നെ നമുക്ക് ചൂടാക്കാം. ഈ ഒരു തവി ഉപയോഗിച്ചാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പാത്രത്തിൽ വെച്ച് ചെയ്താലും മതി. എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് നല്ല ശീലമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം. നമ്മൾ അവസാനം നമ്മുടെ ആ ഒരു ഉള്ളി ഈ പരുവത്തിന് വാടി വരണം. നന്നായിട്ട് ഈ പരുവായതിനു ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ പരുവത്തിനായതിനു ശേഷം നമ്മൾ നേരെ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ഡബിൾ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്ന എണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ എണ്ണ ഒഴിച്ചതിന് ശേഷവും ഇളക്കി കൊടുക്കും. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ സെപ്പറേറ്റ്ലി ഉള്ളി തിളപ്പിച്ച എണ്ണ ഇട്ടതിന് ശേഷവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ എണ്ണയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻസ് ആണ് റോസ്മേരി, ഉലുവ, ഈ ഉള്ളി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഡബിൾ ബോയിലിംഗ് 3/4 മണിക്കൂർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഉള്ളി ഇട്ട എണ്ണ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. 1 മണിക്കൂർ ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് തീയിൽ വെച്ച് കൊടുക്കുകയാണ്. ഡയറക്റ്റ് തീയിൽ ഏകദേശം 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ വെച്ച് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ റോസ്മേരി ലീവ്സ് കരിഞ്ഞു. ഒരു കാരണവശാലും നമ്മുടെ ലീവ്സ് കരിയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് തീയിൽ വെച്ച് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മുടെ എണ്ണയിൽ എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ എണ്ണ കാറും.
മാത്രമല്ല നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റ് എണ്ണയിലോട്ട് ഇറങ്ങണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തീയുടെ ആവശ്യം ഉറപ്പായിട്ടും ഉണ്ട്. ഡബിൾ ബോയിലിംഗ് മാത്രം കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് കുറച്ച് നേരത്തേക്ക് മാത്രം വെച്ചിരിക്കുന്നത്. എന്തായാലും ശ്രദ്ധിക്കേണ്ട റോസ്മേരി കരിഞ്ഞു പോയത് അത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനലി കാച്ചിയ എണ്ണ. നല്ല ഗോൾഡൻ നിറത്തിലാണ് ഇരിക്കുന്നത്. നല്ല ഡാർക്ക് ഗോൾഡൻ നിറമാണ് ഇരിക്കുന്നത്. ഈ നിറം ആവണമെങ്കിൽ നമ്മുടെ ഇഞ്ചിയും ഉലുവയും റോസ്മേരിയും ഇതുപോലെ തന്നെ ഇട്ട് തിളപ്പിക്കണം, അല്ലെങ്കിൽ ഈ നിറം കിട്ടൂല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കരിഞ്ചീരകവും ഇഞ്ചിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാമെന്ന്. എങ്കിൽ ഈ നിറം കിട്ടൂലെന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് ഈ നിറം ആയില്ല ചേച്ചി എന്നൊന്നും പറയരുത്. ഈ ഒരു നിറം കിട്ടിയില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ഈ നിറം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമുണ്ട്, അല്ലാതെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ രാവിലെ തൊട്ട് കെട്ടി വെച്ച മുടിയാണിത്. അതിലൊന്ന് അഴിച്ചിട്ട് എണ്ണ തേക്കണത് കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. എണ്ണ തേക്കേണ്ട വിധം കറക്റ്റായിട്ടുള്ള രീതി കാണിച്ചു തരാം. മുടി ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തൊട്ടേ ഇങ്ങനെ കെട്ടിയേക്കണം. ഞാനിപ്പോൾ ചലഞ്ച് തുടങ്ങിയതിന് ശേഷം മുടി പിരുത്തിടാറില്ല. ഇങ്ങനെ നന്നായിട്ട് ഇറുക്കി കെട്ടി വെച്ചിരിക്കും രാവിലെ തൊട്ട് വൈകിട്ട് വരെ. വൈകിട്ടാകുമ്പോഴത്തേന് ഇതുപോലെ അഴിച്ചിട്ട് ഞാൻ എണ്ണ തേക്കാറാണ് പതിവ്. നല്ല ഒരു എമൗണ്ട് ഓഫ് എണ്ണ, നന്നായിട്ട് എണ്ണ എടുത്തിട്ട് ഞാൻ തുമ്പിലോട്ടാണ് ആദ്യം പുരട്ടുന്നത്. ഞാൻ എൻ്റെ മുടിയിൽ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? പണ്ട് തൊട്ടേ എൻ്റെ മുടിയുടെ തുമ്പിലോട്ട് ഞാൻ എണ്ണ പുരട്ടത്തില്ല, ഉള്ളി തലയോട്ടിയിൽ മാത്രം. കാരണം തലയോട്ടി നല്ല മുടി കിളിർത്ത് പറഞ്ഞത്. അപ്പോൾ കാച്ചി എണ്ണ എല്ലാം കൂടെ എടുത്ത് തലയോട്ടിയിൽ അങ്ങ് തേക്കും. പക്ഷെ അപ്പോൾ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ തുമ്പിലെ മുടി അത്രയും സ്പ്ലിറ്റൻസ് വന്ന് ചകിരി പോലെ ആയി നാശമായിട്ട് അങ്ങ് പോയി. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കാണ് ഞാൻ ഈ ചാലഞ്ച് വീഡിയോയിൽ അങ്ങ് ഒഴിവാക്കിയത്. നാശമായ മുടി അത്രയും കൂടെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തുമ്പിന്നേക്കാണ് കെയറിങ് തുടങ്ങിയത്. ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ ഞാൻ ഒരുപാട് എണ്ണ തലയോട്ടിയിൽ തേക്കുന്നില്ല. കാരണം ഞാൻ തലേ ദിവസം തലയോട്ടിയിൽ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റോസ്മേരി ഓയിലിന് ശ്രദ്ധിക്കേണ്ട കാര്യവും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ്മേരി ഓയിൽ ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയുമെന്ന്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ റോസ്മേരി ഓയിൽ തലയോട്ടിയിൽ ചെയ്യാൻ പാടുള്ളൂ. അതിപ്പോൾ റോസ്മേരി ഓയിലായാലും റോസ്മേരി വാട്ടർ ആയാലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ അങ്ങനെ അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് ഈ മുടി കൊഴിച്ചിലൊക്കെ അമിതമായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ റോസ്മേരി കറക്റ്റായിട്ടുള്ള രീതിയിൽ കാച്ചിയെടുത്താലും ഒക്കെ ഇങ്ങനെ ഉപയോഗിച്ചാൽ മുടി അങ്ങനെ കൊഴിയത്തൊന്നുമില്ല. നന്നായിട്ട് മുടി വളരുകയും ചെയ്യും. നല്ല എഫക്റ്റാണ്. കൃത്യമായിട്ട് മുടി വളർന്നിരിക്കും. നല്ല ഞെരുക്കവും വെച്ചിരിക്കും. പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോസ്മേരി ഉപയോഗിക്കുന്നത്. പതുക്കെ വളർന്നാൽ മതിയെങ്കിൽ നമ്മൾ മാസ്ക് ഒക്കെ ഉപയോഗിച്ചാൽ മതി. പക്ഷെ നമുക്ക് പെട്ടെന്ന് വളരണമല്ലോ, അതിനാണല്ലോ നമ്മൾ ഉദ്ദേശം. ഞാൻ എന്നും ഇതങ്ങ് ഉപയോഗിച്ചാൽ എൻ്റെ മുടി അങ്ങ് സൂപ്പറായിട്ട് വളർന്ന് കൊലയ്ക്കുമെന്ന് പറഞ്ഞ് ഒരിക്കലും അബദ്ധം ചെയ്യരുത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ നിങ്ങൾ തലയോട്ടിയിൽ തേക്കാവുള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾക്ക് മുടിയുടെ തുമ്പിൽ തേക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ തലയോട്ടിയിൽ ഒന്നിടവിട്ട ദിവസത്തിൽ മാത്രമേ എണ്ണയായാലും വെള്ളമായാലും തേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുടി കൊഴിയുകയും ചെയ്യും, തലവേദനയും മണ്ടവേദനയൊക്കെ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് പറയുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കുക, പറയുന്ന രീതിയിൽ തന്നെ കാച്ചിയെടുക്കുക. തലയോട്ടിയിൽ തേച്ച് കൊടുക്കുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കെട്ടി വെച്ചിരിക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ, തലയോട്ടിയിൽ തേക്കാത്ത ദിവസങ്ങളിൽ നമ്മൾ ഹെയർ മാസ്ക് ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ചലഞ്ചിൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ എന്തായാലും റോസ്മേരി ഉപയോഗിക്കാൻ തുടങ്ങിയത് നമ്മുടെ ചലഞ്ചിൻ്റെ ഡേ 1 തൊട്ടിട്ടാണ്. അന്നോട്ട് ഇന്ന് വരെയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ല മാറ്റമുണ്ട് മുടിക്ക്. അത് ഞാൻ നിങ്ങളെ ഇപ്പം തന്നെ കാണിച്ചു തന്നെയാണല്ലോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഞാൻ പിന്നെ ഈ ചലഞ്ച് തുടങ്ങിയതിന് ശേഷം എൻ്റെ മുടിയിൽ യാതൊരുവിധ കെമിക്കൽ പ്രോഡക്ട്സ് ഉപയോഗിച്ചില്ല. സെറമോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ പടെ ഷാമ്പു മാത്രം 2 വട്ടം ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ ഈ ഓയിലും നമ്മുടെ നാച്ചുറൽ ഹെയർ മാസ്കും ആണ്. എല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഞാൻ 100 അല്ല 101% ഉറപ്പിച്ച് പറയാൻ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി മാറിയിരിക്കും. ഒന്നും ഇടാതെ തന്നെ മാറിയിരിക്കും ഈ ഒരു എണ്ണ തേച്ചാൽ. മാത്രമല്ല മുടി നന്നായിട്ട് വളരും, നന്നായിട്ട് തിക്നെസ്സും വെക്കും. മുടി പെട്ടെന്ന് വളരാൻ വേണ്ടി റോസ്മേരി നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഇനി ഞാനായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. എൻ്റെ അടുത്ത് ചുരുണ്ട മുടിക്കാർ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് മുടി വളരാൻ എന്ത് ചെയ്യണമെന്ന്. ഈ റോസ്മേരി ഓയിൽ എണ്ണ ധാരാളമാണ് നിങ്ങൾക്കും. എന്നാലും നമ്മൾ ഹെയർ കെയർ ചാലഞ്ചിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഈ ഓയിൽ ഇടുക, മസാജ് ചെയ്യുക, മാസ്കുകൾ ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യണേ. അപ്പോൾ ബൈ.